സോ വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. നമ്മുടെ മാരത്തോൺ സെക്ഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോ ഇന്ന് നമ്മുടെ സിവിക്സിന്റെ ടോപ്പിക്കാണ് പോകുന്നത്. അപ്പം സിവിക്സിൽ ഏകദേശം നമുക്ക് ഇപ്പം ഇപ്പം ഒന്നോ രണ്ട് ടോപ്പിക് എന്തോ ഉള്ളൂ ലൈവ് ക്ലാസ്സിന് ബാക്കിയായിട്ട്. അപ്പൊ അതിലെ ഒരു സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്ക് ഓൾറെഡി ഇതിനകത്തുണ്ട്. സുപ്രീം കോടതി എന്നുള്ള ഒരു ടോപ്പിക് ഉണ്ട്, അതും ഇതിന്റെ കൂട്ടത്തിൽ എടുത്തങ്ങ് പോകും. പിന്നെ ഇത് കഴിഞ്ഞ് ഹൈക്കോടതിയായിട്ട് പ്രത്യേകം വേറൊരു ക്ലാസ്സും കൂടെ വരുത്തുള്ളൂ. അപ്പോ ഇന്ന് നമ്മൾ കുറച്ച് പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 2021 മുതൽ 24 വരെ ഉള്ള എക്സാമിന് PSC നടത്തിയ എല്ലാ എക്സാമുകളിൽ നിന്നും സിവിക്സിന്റെ ടോപ്പിക്കുമായിട്ട് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറ്റില്ല, എന്നാലും ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. അപ്പൊ അടുത്തടുത്ത ക്ലാസ്സുകളായിട്ട് ഇതിന്റെ ബാക്കിയായിട്ടുള്ളത് ഓരോന്നും ഡിസ്കസ് ചെയ്ത് പോകും. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതുവരെ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഒന്ന് റിഫ്രഷ് ചെയ്യാനും കാര്യങ്ങളൊന്നുകൂടെ മനസ്സിലാക്കാനും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും എന്ന് നമുക്ക് തന്നെ ഒരു പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റും. അപ്പം ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് പഠിച്ചു കഴിഞ്ഞവർക്കാണ്. അത്യാവശ്യം ഡേയ്സ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആയ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായവർക്ക് പറ്റും. അതേപോലെ തന്നെ ഒന്നും പഠിക്കാത്ത ആളുകൾക്ക്, ഇതുവരെയായിട്ട് നോക്കാതെ ഇരിക്കുന്ന ആളുകളായാലും അവർക്ക് കാര്യം എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ ഏകദേശം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിലൂടെ മനസ്സിലാവും. അപ്പൊ അതിന്റെ കൂടെ തന്നെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിന്റെയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡിഗ്രി ലെവലിലുള്ള ഏത് എക്സാം ആയാലും, അതേപോലെ തന്നെ KS പോലുള്ള എക്സാം ആണെങ്കിലും, ദെൻ അതിന് താഴേക്ക് വരുന്ന 10th ലെവലിലെ ഏത് എക്സാമിനാണെങ്കിലും ഈ ഒരു കാര്യം നോട്ട്സ് ഉൾപ്പെടെ നമുക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് കേട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ അറിയാമെങ്കിൽ കമന്റ് ഇടുക. അറിയാത്തവർ വിഷമിക്കണ്ട. അപ്പൊ അറിയാവുന്ന ചിലവർ വിചാരിക്കും എല്ലാവർക്കും അറിയാം, അപ്പൊ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയണമെന്നില്ല. അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി നോട്ട്സും ഒക്കെ ഒന്ന് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഏകദേശം ഒക്കെ ഒന്ന് ക്ലിയർ ആവും. അപ്പൊ അങ്ങനെയൊക്കെ പോവാം. ആരും പേടിക്കണ്ട. ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ചിലവർക്കൊക്കെ ആണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ഒത്തിരി പേർക്ക് പേടിയൊക്കെ തോന്നും. ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും എളുപ്പമായിരിക്കും. നമുക്ക് അതിനകത്തു നിന്നൊക്കെ ആണെങ്കിൽ പല പല തെറ്റുകൾ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒറ്റയടിക്ക് തന്നെ നമുക്ക് ചില PSC ഒളിപ്പിച്ചു വെച്ചേക്കുന്ന ചില തെറ്റുകളുണ്ട്. അതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് പറ്റും. മറ്റേ ക്വസ്റ്റ്യൻസുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചിരിക്കുക അതിനകത്തെ കാര്യങ്ങൾ എവിടെയൊക്കെയാണ് തെറ്റ് പറ്റുന്നത്. ഇപ്പൊ ഒരു ഇതുപോലും അറിയാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ചിലപ്പോ ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നമ്മളിപ്പോ ഒരു ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വന്നു ചോദിച്ചത്. ചിലപ്പോ ആ സ്റ്റേറ്റ്മെന്റ് അറിയാത്ത ആൾക്ക്, അതിനെക്കുറിച്ച് അറിയാത്ത ആൾക്ക് പോലും ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിനകത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പറ്റും. അത് ഉത്തരം ശരിയാക്കാൻ നമുക്ക് പറ്റും. അപ്പൊ ആ ഒരു ട്രിക്ക് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ അതൊക്കെ എവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നതും PSC എവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നതൊക്കെ ഈ ഒരു കാര്യത്തിലൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ട് പോകും. അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങള് ഈ ഒരു സെക്ഷനിലേക്ക് നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കിപ്പോം. മാക്സിമം എന്തുമാത്രം ക്വസ്റ്റ്യൻ നോക്കാൻ പറ്റുമോ അത്രയും ഈ ക്ലാസ്സിൽ നോക്കാം. അടുത്ത ക്ലാസ് അതിന്റെ ബാക്കിയായിട്ട് നോക്കി പോവാം. ഓക്കെ. 2021 മുതൽ 24 വരെയുള്ള ഇതാണ് ഇട്ടേക്കുന്നത്. 25 കുറെ എക്സാം ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നീട് അത് നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. അറിയാവുന്നവര് ഒന്ന് കമന്റ് ഇടുക. ആൻസർ അറിയാവുന്നവര്. അറിയാൻ വയ്യാത്തവരാണെങ്കിൽ പോലും ജസ്റ്റ് വായിച്ചിട്ട് ഒന്ന് കമന്റ് ഇടാൻ ശ്രമിക്കുക. എങ്ങനെയെങ്കിലും ഒരു ഊഹമായാലും ഒന്ന് കമന്റ് ഇടുക, ഊഹിച്ചായാലും ഒന്ന് കമന്റ് ഇട്ടേക്കുക കേട്ടോ. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓക്കെ, ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, റിപ്പീറ്റ് വൺ മോർ.
73-ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 74-ാം ഭേദഗതി നഗരപാലിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ആരൊക്കെയോ കമന്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് എല്ലാവരും കുറച്ച് പേരിട്ടുണ്ട്. 1 2 3 4 5 അറിയാതെ എല്ലാം ഇട്ടിട്ട് പോയി. വന്നു പെട്ടെന്ന് വന്നു. ഓക്കെ, ആരും ഇതിനകത്ത് തെറ്റിച്ചിട്ടില്ല. അവർക്ക് എല്ലാവർക്കും നല്ലപോലെ ക്ലിയർ ആയിട്ട് അറിയാം. 73-ാം ഭേദഗതിയും 74-ാമത്തെ ഭേദഗതിയും ഈ രണ്ട് അമെന്റ്മെന്റ് എന്തിനാണ് വന്നതെന്നും അറിയാം. ഓക്കെ, അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അത് എക്സാമിന് വന്ന പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഓക്കെ, അത് ശരിയായിട്ടുണ്ട്. ഒരു മാർക്ക് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നോക്കാം. 73-ാം ഭേദഗതി 74-ാം ഭേദഗതി 74-ാം ഭേദഗതി എന്ന് പറഞ്ഞാൽ 1922 അതായത് പഞ്ചായത്ത് രാജ് സംവിധാനം. പഞ്ചായത്ത് രാജ് സംവിധാനം എന്തിനാണ് വന്നത്? അതായത് ഗ്രാമപ്രദേശങ്ങളിലെ എന്താണ് ഈ ഒരു കാര്യത്തെ അവർ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഒന്ന് ശക്തമാക്കാൻ വേണ്ടിയായി പറയുന്ന പഞ്ചായത്ത് രാജ് സംവിധാനം വന്നത്. അതേപോലെ തന്നെ എന്താണ് നഗരപാലിക ആക്ട്, മുനിസിപ്പാലിറ്റിയെ ഒന്ന് ഉത്തേജിപ്പിക്കാനും ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് 93 ഏപ്രിൽ 24-ന് 73rd അമെന്റ്മെന്റ് വന്നു. അതേപോലെ തന്നെ ജൂൺ 1-ന് 74th അമെന്റ്മെന്റ് വന്നു. ഈ 74th അമെന്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നഗരപ്രദേശങ്ങളിലെ മുനിസിപ്പൽ ഭരണ സംവിധാനമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താനായിട്ടാണ് ഈ ഒരു കാര്യം വന്നത്. ഓക്കെ, അപ്പോ ഡീസെൻട്രലൈസേഷൻ ആണ് ഇതിന്റെ ഒരു പ്രധാന ഘടകമായിട്ട് മാറുന്നത്. സോ ഈ ഒരു കാര്യമാണ് ഈ പറഞ്ഞ എന്താണ് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടത്. നമുക്കപ്പം ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും 73rd അമെന്റ്മെന്റും 74th അമെന്റ്മെന്റും എന്തിനാണ് വന്നേക്കുന്നത് ഇപ്പൊ തന്നെ പഠിച്ചങ്ങ് പോവുക. വേറെ പുതിയതായിട്ട് നമ്മൾ എടുത്ത് പഠിക്കാനൊന്നും നിൽക്കണ്ട. 73rd എന്തിനാണ് വന്നതെന്നും അതേപോലെ തന്നെ 74th എന്തിനാണ് വന്നതെന്നും മാത്രം ഒന്ന് ഓർത്തു പോവുക. അത് ഏത് വർഷമാണ് വന്നത്? 1993 ഏപ്രിൽ 24. സോ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തു വെക്കാം. 1993 ആണെങ്കിൽ ചിലവർ ജനിച്ച വർഷമൊക്കെ 1993 ആണ്. അതേപോലെ തന്നെ എന്താണ് 1993 ഏപ്രിൽ 24 ആണ്. ഏപ്രിൽ മാസമാണ് വന്നത്. ഏപ്രിൽ 24 ഏപ്രിൽ ഫുൾ കഴിഞ്ഞ് ഉള്ള ആ ഒരു മാസമാണ്. പെട്ടെന്ന് ഓർത്ത് വെക്കാം. അതേപോലെ തന്നെ എന്താണ് 73rd 74th. 73rd എന്തിനാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 74th എന്തിനാണെന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. ദെൻ 73-ാം ഭരണഘടന ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പോയിന്റ്, ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു. അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന് മേൽ ഉള്ള ഘടകം എല്ലാ സംസ്ഥാനങ്ങളിലും ത്രിതല ദേശീയ ഭരണ സംവിധാനം അത്യന്താപേക്ഷിതമാണ്. ജസ്റ്റ് ഒന്ന് അറിയാവുന്നത് കമന്റ് ഇട്ട് പോവാം. കേട്ടിട്ടുണ്ട്. മാക്സിമം ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇതിനകത്തെ കാര്യം എന്ന് നോക്കാം. ഓക്കെ, എന്താണ് ത്രിതല ഭരണ സംവിധാനം എവിടെയാണ്? ഇപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. എല്ലാ സംസ്ഥാനങ്ങളിലും ത്രിതല തദ്ദേശീയ ഭരണ സംവിധാനം അത്യന്താപേക്ഷിതമാണ്. ഇതിനകത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇവിടെയാണ് PSC, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PSC ആയാലും അതേപോലെ തന്നെ UPSC ആയാലും ഏതൊരു എക്സാമിനായാലും അവർ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ട്രിക്ക് എന്ന് പറയും ഈ പറയുന്ന എല്ലാ ഭരണ സംവിധാനങ്ങളും എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. അതായത് നാഗാലാൻഡ്, മേഘാലയ, മിസോറാം ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഈ പറയുന്ന എന്താണ് ഈ ഒരു ഭരണ സംവിധാന കാര്യങ്ങളിലെ ഒരു ഇതുണ്ട്. അതായത് ഈ ഒരു പ്രദേശത്ത് ഒരു എക്സെപ്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു രീതിയിൽ ആൻസർ ഈ ഓൺലി 1 and 2 ആയി മാറുന്നത്. അപ്പം എന്താണ് ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ത്രിതല ഭരണ സമ്പ്രദായം പ്രദേശങ്ങളിൽ പ്രദാനം ചെയ്യുന്നു. ഒന്നാമത്തെ ശരിയാണ്. രണ്ടാമത്തെ ജില്ലാ പഞ്ചായത്തിന് മേൽഘടകം ശരിയാണ്. മൂന്നാമത്തെ പോയിന്റ് ആണ് ഇതിനകത്ത്. അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും അതേപോലെ നാഗാലാൻഡ്, മേഘാലയ, മിസോറാം അങ്ങനെ സ്പെഷ്യൽ സെക്ടറിൽ എന്താണ് ഡാർജിലിംഗ് തുടങ്ങിയവ 73-ാമത്തെ ഈ ഒരു ഭേദഗതി ബാധകമല്ല.
അപ്പം ഈ ഒരു പോയിന്റിലാണ് എന്താണ് ഇവിടെ ഈ ഒരു ആൻസർ നമുക്ക് ശരിയാകുന്നത്. ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഇപ്പം ഈ കാര്യങ്ങളെല്ലാം അറിയണമെന്നില്ല. മേഘാലയ, മിസോറാം, ഡാർജിലിംഗ്, നാഗാലാൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. അറിഞ്ഞില്ലേലും ഈ പറയുന്ന ഓൾ എന്ന ഒരു ഇത് വന്നു കഴിയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഊഹിക്കാം. കാരണം എന്താണ്, പഞ്ചായത്ത് രാജ് ആക്ട്, പഞ്ചായത്ത് രാജ് ഭേദഗതി വരുമ്പോൾ അപ്പം ഇതിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അപ്പൊ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഒരു കാര്യം നമുക്ക് ഒന്ന് ഊഹിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ പറഞ്ഞ ആൻസർ നമുക്ക് സിമ്പിൾ ആയിട്ട് ശരിയാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ രീതിക്ക് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതേപോലുള്ള എന്താണ് ചില കാര്യങ്ങൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ വരുമ്പോൾ നമുക്ക് ഇതിന് ആൻസർ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നും രണ്ടും ശരിയാണ്. അടുത്തത് ചുവടെ ചേർക്കുന്ന പ്രസ്ഥാനങ്ങൾ ശരിയായത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സ്ത്രീകൾക്ക് 50% സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. റിസർവേഷനെ പറ്റിയാണ് പറയുന്നത്. ജനസംഖ്യാപാതമായി സംവരണം SC/ST വിഭാഗങ്ങൾക്ക് നൽകുന്നു. ആവശ്യമെങ്കിൽ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് OBC വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ്. അപ്പോ ഇതിനകത്തെ ഏതെയാണ് ശരി? തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. ദെൻ ജനസംഖ്യാനുപാതമായ സംവരണം SC/ST വിഭാഗങ്ങൾക്ക് നൽകുന്നു. ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് OBC വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ്. എന്താണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണത്തിന്റെ കാര്യം? എന്താണ്, സ്ത്രീകൾക്ക് 33% സംവരണമാണ് രാജ്യത്ത് ബാധകമാണ്. ചില സംസ്ഥാനങ്ങളിൽ 50 സംവരണം നൽകിയിട്ടുണ്ടെങ്കിലും ദേശീയ തലത്തിൽ അത് ഇല്ല. അപ്പൊ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സ്ത്രീകൾക്ക് 50% എന്നുള്ളത് 33% എന്നുള്ളത് 50% അല്ല, 33% ആണ്. അപ്പൊ അവിടെ ഇത് പോയി കഴിയുമ്പോൾ, ഒന്നാമത്തെ തെറ്റി കഴിയുമ്പോൾ എന്താണ്, ഒന്നും പോകും, രണ്ടും പോകും, അതേപോലെ തന്നെ ഓൾ ഓഫ് എബോവ് പോവുകയും ചെയ്യും. കാരണം പിന്നുള്ളത് ഈ ഒരു ഇതാണ്. അപ്പൊ ഈ ഒരു പോയിന്റിലാണ്. അത് അടുത്ത പോയിന്റ് നോക്കാം. ജനസംഖ്യാപരമായ സംവരണം SC/ST വിഭാഗങ്ങൾക്ക് നൽകുന്നത് ശരിയാണ്. സംവരണം ജനസംഖ്യാപരമായിട്ടുള്ള സംവരണമാണ് SC/ST വിഭാഗങ്ങൾക്ക് നൽകുന്നത്. ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് എന്താണ്, OBC വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് പോയിന്റ് നോക്കേണ്ടത്. എന്താണ്, ഈ പറയുന്ന സ്ത്രീകൾക്ക് 33% സംവരണമാണ് രാജ്യത്ത്. ചില സ്ഥലത്ത്, ചില സംസ്ഥാനങ്ങളിൽ 50%-ഓളം സംവരണം നൽകിയിട്ടുണ്ട് ചില സംസ്ഥാനങ്ങളിൽ. അപ്പം അവിടെ ആ എക്സെപ്ഷൻ വന്നേക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഈ ഒരു സംശയം മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്, SC/ST വിഭാഗത്തിന് ജനസംഖ്യമായിട്ടാണ് എന്താണ് സംവരണം നൽകുന്നത്. അവരുടെ പോപ്പുലേഷന്റെ ബേസിലാണ് ഈ പറയുന്ന എന്താണ് ഈ റിസർവേഷൻ നൽകുന്നത്. അതേപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശത്തും OBC വിഭാഗങ്ങൾക്കും തദ്ദേശ സ്ഥാപനങ്ങളിൽ സംവരണം നൽകാൻ അധികാരമുണ്ട്. ഇത് നിർബന്ധമല്ല, സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അനുസരിച്ചായിരിക്കും. സോ അവിടെ ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? സംസ്ഥാന സർക്കാരാണ്. ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ സംവരണത്തെ പറ്റി ആര് ഡിസൈഡ് ചെയ്യും? ഈ പറയുന്ന സംസ്ഥാന സർക്കാർ ഡിസൈഡ് ചെയ്യും. അങ്ങനെ വന്നപ്പോൾ ശരി ഉത്തരം 2ഉം 3ഉമായിട്ട് പോകും. ഇത് 2021 ചോദിച്ച PSCയുടെ ഒരു ചോദ്യമാണ്, ഡിഗ്രി ലെവലിലെ ഒരു ചോദ്യമാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. കാരണം ഈ ചോദ്യങ്ങളൊക്കെ പഴയ ചോദ്യങ്ങളുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിനകത്ത് എന്താണ് കോറായിട്ട് പറയുന്നത്, ഏത് ഏരിയയിൽ നിന്നാണ് അവർ കൂടുതലും ചോദിക്കുന്നത്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കുറെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ പറയുന്ന PSCയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് സിലബസ് ആണ്. ഈ ഡിഗ്രി ലെവലിലെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും അത് തീരത്തില്ല. പക്ഷെ ഇവര് ചോദിക്കുന്ന ചില ഏരിയസ് ഉണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ഏരിയ ഉണ്ട്. അവർക്ക് ആ ഇഷ്ടപ്പെട്ട ഏരിയ മാത്രമേ അവര് സെലക്ട് ചെയ്തുള്ളൂ. അപ്പൊ നമുക്കത് മനസ്സിലാകണമെങ്കിൽ എങ്ങനെയാണ്? നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ആ PSCയോട് പോയി ചോദിക്കാൻ പറ്റത്തില്ല. നമുക്ക് മനസ്സിലാകുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറോളം നമ്മൾ എടുത്തൊന്ന് ജസ്റ്റ് നോക്കണം. ഇപ്പൊ ട്രെൻഡ് മാറി എന്ന് പറഞ്ഞാലും ഇവര് എന്താണ്, അവര് ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഒരിക്കലും മാറത്തില്ല. ട്രെൻഡൊക്കെ ഒത്തിരി മാറിക്കൊണ്ടിരിക്കും, പക്ഷെ ഫോക്കസ്ഡ് ഏരിയ അവർ വിടത്തില്ല. അപ്പൊ ആ ഫോക്കസ് ഏരിയ, നമ്മൾ ആ കോർ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ
നമുക്ക് എന്താണ് ഈ പറയുന്ന രീതിയിലെല്ലാം ഈ എന്താണ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഇത് കിട്ടട്ടെ, ഒരു എന്താണ് ഒരു വിൽ പവർ നമുക്ക് കിട്ടും. അപ്പൊ അതാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. അവിടെ എവിടെ നിന്നാണ് ഇപ്പൊ രണ്ടാമത് ചോദിച്ചു കഴിഞ്ഞാൽ റിസർവേഷനെ പറ്റിയാണ് ചോദിച്ചിരുന്നത്. ഒന്നാമത് ചോദ്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് രാജ്. ഇപ്പൊ 2 ക്വസ്റ്റ്യനോളം പഞ്ചായത്ത് രാജ് ആയിട്ട് റിലേറ്റ് ചെയ്തത് ചോദിച്ചിട്ടുണ്ട്. സോ അവരാണെങ്കിൽ ഫോക്കസ്ഡ് ഏരിയ ഇങ്ങനെയാണ് അത് ചോദിക്കുന്നത്. PSCയുടെ ഏത് എക്സാം എടുത്ത് നോക്കിയാലും അപ്പം അവര് പഞ്ചായത്ത് രാജിനെ പറ്റി എന്തായാലും അവര് ചോദ്യങ്ങൾ ചോദിച്ച് വിടുന്നുണ്ട്. അപ്പൊ നമ്മള് അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കണം, നമ്മുടെ ആ ഒരു ഇതിനകത്ത് ആപ്പിലെ നമ്മുടെ നോട്ട്സിനകത്ത് പഞ്ചായത്ത് രാജുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ ഫോക്കസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. 2ഓളം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 4 വർഷത്തിനിടയിൽ 2 ക്വസ്റ്റ്യനോളം വന്നിട്ടുണ്ടെങ്കിൽ അവരത് ഫോക്കസ് ചെയ്യുന്ന ഏരിയ ആണ്. അപ്പൊ അതൊന്നും മനസ്സിലാക്കി വെക്കുക. അത് അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്ത ഏതാണ്? ഒന്നാമത്തെ, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. രണ്ടാമത്, സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരമുണ്ട്. ജസ്റ്റ് അറിയാവുന്നവർ പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചു നോക്കണം, തെറ്റാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കണം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ശരിയാണ്. ഏതാണ് ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ എടുക്കുന്നത് ആരായിരിക്കും? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ്. ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എടുക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. അത് പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, അതായത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതാണ് ഈ പറയുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ചുമതല ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കാണ്. ഈ ഒരു പോയിന്റ് ആണ് നമുക്ക് തെറ്റിക്കുന്നത്. എന്താണ്? സംസ്ഥാന നിയമസഭയിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പിന്റെ ചുമതല ആരാണ്? സംസ്ഥാന അതല്ല, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. നമ്മളെല്ലാരും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മള് ജസ്റ്റ് നിങ്ങൾ ആ കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. അപ്പൊ അവിടെ ഓരോ വോട്ടിംഗ് പോയിന്റിലും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ അത് പോയപ്പോൾ തന്നെ എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഇലക്ഷന്റെ ഇതുമായിട്ട് ഡ്യൂട്ടിക്ക് പോയിട്ടുള്ളതുകൊണ്ട് അറിയാവുന്ന ഒരു ഇതാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് ആരും ശ്രദ്ധിക്കത്തില്ല ആ ഒരു കാര്യത്തെ. അപ്പം അവിടെ എന്താണ് താഴെ മെൻഷൻ ചെയ്തേക്കുന്നത് എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പം ഇതെല്ലാത്തിലും ഉണ്ട്, എല്ലാത്തിനും ബാധകമാണ്. ഈ പറയുന്ന എല്ലായിടത്തും ഈ ഒരു അവരൊരു ഒരു ഫ്ലെക്സ് നോട്ടീസ് പോലെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? രണ്ടാമത്, സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചുമതല ആർക്കാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഭാരതീയ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പം അവിടെ എന്താണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനല്ല. അപ്പൊ ഓർത്തോണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ്, അതായത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. അതേപോലെ തന്നെ എന്താണ്? സംസ്ഥാന നിയമസഭയിലേക്കുള്ള, അതായത് MLA-മാരെയും ഒക്കെ ആണെങ്കിൽ ഇത് നടത്തുന്നത് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അതായത് ഭാരതീയ ഇലക്ഷൻ കമ്മീഷൻ ആണ് നടത്തുന്നത്. സോ ഇവിടെയാണ് ഒരു 5 or 6 പേരാണെന്ന് തോന്നുന്നു സി ശരിയാക്കിയിട്ടുള്ളത്. ശരിയാക്കിയ ആൻസർ എന്ന് പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിലുള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്ര അധികാരമുണ്ട്. സോ എന്താണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വതന്ത്ര അധികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തെറ്റാണ്. ദേശീയ ഇലക്ഷൻ കമ്മീഷന് സ്വതന്ത്ര അധികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏകദേശം ശരിയായിട്ടുള്ള കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് എന്താണ് അധികാരം? ഈ പറയുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പരിധിയിൽ അധികാരം സ്ഥാനമാണ്. ഭാരതീയ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെ തന്നെ എന്താണ് അധികാരം സ്വതന്ത്രമല്ല അവർക്ക്. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് എന്താണ് അവരുടെ അധികാരം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമാണ്, ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്ക് ഒരു പരിധിയുണ്ട്, അവർക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ബിയും സിയിലേക്കും മാറും. തെറ്റായ പ്രസ്താവനയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ അവര് ചോദിച്ച ചോദ്യം നിങ്ങൾ ആൻസർ തെറ്റോ ശരിയായിരിക്കും എന്തോ ആയിക്കോട്ടെ, അപ്പൊ അവര് ഫോക്കസ് ചെയ്തേക്കുന്ന ഏരിയ മനസ്സിലായല്ലോ. ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ഇലക്ഷൻ കമ്മീഷണറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ
ഈ വർഷം എന്താണ് കുറെ എടുത്ത് ഇലക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. സോ എന്താണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷനുമായിട്ട്. അപ്പം ഈ വർഷവും ഇലക്ഷൻ കമ്മീഷന്റെ ബേസിസിൽ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക ആ ഏരിയ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഈ ഒരു ഏരിയ മൊത്തം നിങ്ങളൊന്ന് നോക്കാം. റിസർവേഷനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് രാജിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, ദെൻ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇവര് ചോദിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇപ്പം ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്ന. അപ്പം അത് ജസ്റ്റ് നിങ്ങൾ നോക്കുക, നിങ്ങൾ എഴുതി വെക്കുക. ഞാൻ ഈ പറയുന്നതിന്റെ ഒരു ഒറ്റ പോയിന്റിൽ എഴുതി വെക്കുക. എന്താണ് ഏതൊക്കെ ഫോക്കസ്ഡ് ഏരിയ ഏതൊക്കെയാണ് നോക്കേണ്ടത്. സിവിക്സിന് വെറും 5 മാർക്കേ ഉള്ളൂ. പക്ഷെ 5 മാർക്ക് നമ്മൾ സുഖമായിട്ട് നേടാൻ പറ്റുന്ന കൃത്യമായിട്ട് ഫോക്കസ് ഏരിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ 5-ൽ 4 മാർക്ക് നമുക്ക് നേടാം. 1 മാർക്ക് കുറച്ച് ടഫുള്ള ഏരിയ ആയിരിക്കും. ചിലപ്പം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഏരിയ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു 5-ൽ 4 മാർക്ക് നമുക്ക് സുഖമായിട്ട് നേടാൻ പറ്റുന്ന ഏരിയ. ഒന്ന് നമ്മൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അത്യാവശ്യം നല്ലപോലെ നോക്കുന്ന ഒരാൾക്ക് 5-ൽ 5 നേടാം. 5 മാർക്ക് സുഖമായിട്ട് വെയിറ്റേജ് ആണ് കേട്ടോ. അടുത്ത് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷണറെ നിയമിക്കുന്നത്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷന്റെ കാലാവധി 4 വർഷമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. മൂന്നാമത്തത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്നത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷണറാണ്. സോ നിങ്ങൾ എന്താണ് ജസ്റ്റ് കമന്റ് ചെയ്യുക ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്, ഏത് രീതിയിലാണെന്നുള്ളത് ഒന്ന് നോക്കുക. സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷണറെ നിയമിക്കുന്നത്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷണറുടെ കാലാവധി 4 വർഷമാണ്. അപ്പം നോക്കിക്കോണം ഇവിടെ കൊടുത്തേക്കുന്ന കാര്യങ്ങള്. സംസ്ഥാന സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്നത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷണറാണ്. കുറെ പേര് സി കൊടുത്തിട്ടുണ്ട്, ഡി കൊടുത്തവരുണ്ട്. അറിയാവുന്നതൊക്കെ കമന്റ് ഇട്ടോ, പേടിക്കണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായേക്കുന്നത് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യനെ മനസ്സിലാക്കിയിരിക്കുന്നത്, അപ്പൊ ആ രീതിക്ക് നിങ്ങൾ ആൻസർ എഴുതുക. അത് തെറ്റായാലും ശരിയായാലും, കാരണം തെറ്റിക്കുന്നത് നമ്മളിപ്പോ ഇവിടെ ആണല്ലോ തെറ്റിക്കുന്നത്, PSC ആക്ച്വൽ എക്സാം അല്ല. അപ്പൊ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിൽക്കണം. തെറ്റിയാലും ഞാൻ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ആരും കാണുന്നുള്ളൂ. ഇത്രയും കമന്റ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റും നിങ്ങൾ എന്തുമാത്രം എങ്ങനെയാണ് ചിന്തിച്ചത്, ഈ ആൻസർ എങ്ങനെയാണ് ചിന്തിച്ചെന്നുള്ളത്. അത് രീതിയിൽ നമുക്ക് അടുത്ത ഇത് വരുമ്പോ ശരിയാക്കാം അതിനകത്ത്. ഓക്കെ, അതാണ് ഞാൻ എല്ലാവരോടും കമന്റ് ഇടാൻ പറയുന്നത്. അതിന് ഞാൻ കുറച്ച് സമയങ്ങളിൽ നിങ്ങൾക്ക് തരുന്നത് കമന്റ് ഇടാൻ വേണ്ടി. ഓരോരുത്തരും കമന്റ് ഇടട്ടെ, നിങ്ങൾ അങ്ങനെ നമുക്ക് പോകാം. എല്ലാം കൂടെ ഓടിച്ചിട്ട് നമ്മൾ പോവല്ല, കൃത്യമായിട്ട് ഏരിയ മനസ്സിലാക്കി പോവുക എന്നുള്ളത് ഒറ്റ കാര്യമുള്ളൂ. ഒന്ന് ഇഷ്ടം പോലെ എഴുതുക, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ നോക്കുക എന്നല്ല, ഓരോരുത്തർക്കും മനസ്സിലായി പോകണം. അതാണ് എന്റെ ലക്ഷ്യം. ഓക്കെ, ഏകദേശം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സംസ്ഥാന ഗവൺമെന്റ് ആണ് എന്താണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷണറെ നിയമിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷണറുടെ കാലാവധി 4 വർഷമാണ്. ദെൻ മൂന്നാമത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്നത് എന്താണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ്. സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷണറെ നിയമിക്കുന്നത്. ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. എന്താണ് ഈ പറയുന്ന സാമ്പത്തിക കമ്മീഷണർ, ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ആരുടെ ശുപാർശ പ്രകാരമായിരിക്കും ചെയ്യുന്നത്? സംസ്ഥാന ഗവൺമെന്റിന്റെ. സോ ആ ഒരു ആൻസർ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകണം. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം അപ്പോയിന്റ് ചെയ്യുന്ന ആരായിരിക്കും? ഗവർണർ ആയിരിക്കും. അപ്പൊ ഈ ഒരു പ്രസ്താവന ശരിയാണ് അല്ലേ? സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷണറെ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷണറെ നിയമിക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും. രണ്ടാമത് എന്താണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷന്റെ കാലാവധി 4 വർഷമാണ് പറയുന്നത്. ഈ 4 വർഷം അല്ല, എന്താണ് 5 വർഷം. ഇപ്പൊ തന്നെ ഓർത്തു വെച്ചോണം, 5 വർഷമാണ്. അതായത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷണറുടെ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ എന്താണ്
കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ 5 വർഷമാണ്. അപ്പം ഇത് നമുക്ക് തെറ്റുന്ന ഒരു ഏരിയ ആണ് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ. ഇത് തെറ്റായിട്ട് വരുന്നത് കാരണം എല്ലാവർക്കും ഈ ഒരു ഏരിയ തെറ്റും. ഈ പറയുന്ന 5 വർഷം, 4 വർഷം, ചിലയിടത്ത് 6 വർഷം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരും. അപ്പൊ ഇതിനെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പം ഇവരെ നിയമിക്കുന്ന ആരാണ്, ഇവരുടെ കാലാവധി എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏത് ആൻസർ വന്നു, സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും അല്ലാതെ ചോദിച്ചാലും നമുക്ക് എന്താണ് ഈ പറയുന്ന ഇത് നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ എത്രാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണെന്ന് ചോദിച്ചാൽ 73ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് ഈ പറയുന്ന 5 വർഷം എന്നുള്ള കാലാവധി ആക്കിയിരിക്കുന്നത്. അപ്പൊ 73rd അമെന്റ്മെന്റ് പ്രകാരമാണ് എന്ന് ഓർക്കണം. ആ ഒരു കാര്യം മറന്നു വെക്കല്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ആണ്. അപ്പൊ ഏരിയാസ് മനസ്സിലായല്ലോ. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ആണ് ഇതുവരെ പറഞ്ഞേക്കുന്നത്. ഇതിലെ എത്രയാണ്, ആരാണ് ഇദ്ദേഹത്തെ നിയമിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് ആണ്. ആരുടെ ഇത് പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സംസ്ഥാന ഗവർണറാണ് എന്താണ് ഈ പറയുന്ന ആളെ നിയമിക്കുന്നതും എന്താണ്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ അഡ്വൈസ് പ്രകാരമായിരിക്കും, ശുപാർശ പ്രകാരമായിരിക്കും ഈ പറയുന്ന ആളെ നിയമിക്കുന്നത്. അപ്പൊ അവിടെ ഒരു പോയിന്റ് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ആണ് അല്ല മിക്ക ആളുകൾക്കും കുറച്ച് പേർക്ക് തെറ്റിയത്, മിക്കല്ല കുറച്ച് പേർക്ക് തെറ്റിയത്. തെറ്റിയുടെ കാരണം ഇത്രയാണ്, എന്താണ് ആ ഒരു അദ്ദേഹത്തിന്റെ കാലാവധിയാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ടത്. കാലാവധി 4 വർഷം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനകത്ത് കണ്ടു. അത് തന്നെ നമുക്ക് തെറ്റുന്നത്. അപ്പൊ കാലാവധി 5 വർഷമാണ് 73ാമത്തെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്ന സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ്. ശരിയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഇതെല്ലാം നോക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം അവരുടെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ഒരു ഉത്തരവാദിത്തങ്ങൾ ഒന്നാണ് ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക അവസ്ഥ വിലയിരുത്തുന്നത്. അടുത്തത്, ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ലിസ്റ്റ് നോക്കാം. ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സുപ്രീം കോടതിയിലും ഹൈക്കോടതിയും ജഡ്ജിമാരെ പുറത്താക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ലോക്സഭയും രാജ്യസഭയും കേവല ഭൂരിപക്ഷത്തിൽ പുറത്താക്കാൻ ആവശ്യമാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ലോക്സഭയും രാജ്യസഭയും പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത്. ആരുടെയാണ് ചോദിച്ചത്? സുപ്രീം കോടതി ജഡ്ജിയുടെയും ഹൈക്കോടതി ജഡ്ജിയുടെയും കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് വിടുക. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ജഡ്ജിമാരെ പുറത്താക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് ഈ ഒരു ടോപ്പിക് ഈ ഒരു ക്ലാസ്സിൽ, സിവിക്സിന്റെ ക്ലാസ്സിൽ വരുന്ന ടോപ്പിക്കാണ് സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിൽ ഞാൻ ഈ കാര്യങ്ങൾ സുപ്രീം കോടതിയെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ താഴെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് നോട്ട്. അതിന്റെ കൂടെ ഈ ക്ലാസ് അങ്ങ് എടുത്തു പോവാം. അപ്പൊ ലൈവ് ക്ലാസ്സും അവിടെ റെഡി ആയി വരും. ഓക്കെ, എന്താണ് സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയും ജഡ്ജിമാരെ പുറത്താക്കുന്നത് എങ്ങനെയാണ്? തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഒരു പോയിന്റ് എന്താണ്, ലോക്സഭയും രാജ്യസഭയും കേവല ഭൂരിപക്ഷം പുറത്താക്കാൻ ഇവരെ പുറത്താക്കണം. അതായത് ഈ പറയുന്ന ജഡ്ജിമാരെ പുറത്താക്കാൻ പറ്റും കേവല ഭൂരിപക്ഷത്തിന്റെ. അതേപോലെ തന്നെ ലോക്സഭയും രാജ്യസഭയും പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ആളെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണ് ഈ ഒരു പോയിന്റ് കിടക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ പുറത്താക്കുന്നത് എന്താണ്? ഇംപീച്ച്മെന്റ് പ്രക്രിയ. അത് നമ്മൾ പറഞ്ഞതാണ് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. ഇംപീച്ച്മെന്റ് പ്രക്രിയ, അവരെ ആ ഒരു പ്രോസസ്സിനെയാണ് ഇംപീച്ച്മെന്റ് പ്രക്രിയ. അതെന്ന് വെച്ചാൽ ഈ ഇംപീച്ച്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നല്ല ഇതാണ്, ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ പറയുന്ന ഇവരെ ഇംപീച്ച്മെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആർട്ടിക്കിൾ 124 വകുപ്പിലും പിന്നെ അതേപോലെ 271 വകുപ്പിലുമാണ് വ്യക്തമായി ഈ ഒരു കാര്യത്തെ പറ്റി പറയുന്നത്. നമുക്ക് ഈ ഒരു കാര്യം അത്രയും ആവശ്യമില്ല. ഭരണഘടന ഈ ആർട്ടിക്കിൾ കാര്യങ്ങൾ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നില്ല. ജസ്റ്റ് നോക്കുക. ഒന്നാമത്തെ ഇവരുടെ മിസ്ബിഹേവിയർ. അപ്പം എന്താണ്, അത് ഇവരെ പുറത്താക്കുന്ന 2-3 രീതിയുണ്ട്. ഒന്ന് എന്താണ്, മിസ്ബിഹേവിയർ എന്ന് പറഞ്ഞ ഒരു ഇത്. അതേപോലെ തന്നെ ഇവരെ ഇൻകപ്പാസിറ്റി, അതായത് ഇവരെ
ഇവർക്ക് കഴിവില്ലായ്മ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന സുപ്രീം കോടതിയെ ഹൈക്കോടതിയും ജഡ്ജിമാരെ പുറത്താക്കാൻ സാധിക്കുന്നത്. അതേപോലെ ഒന്നാമത്തെ എന്താണ്, ജഡ്ജിമാരെ പുറത്താക്കാൻ തെളിയിക്കപ്പെട്ട എന്താണ് സ്വഭാവ ദൂഷ്യം, പ്രൂവൻ മിസ്ബിഹേവിയർ അല്ലെങ്കിൽ കഴിവില്ലായ്മ, ഈ ഒരു കാര്യം ആണ് ഇവർക്ക് വന്നത്. അതേപോലെ രണ്ടാമത്തെ, ജഡ്ജിമാരെ പുറത്താക്കാൻ സിമ്പിൾ മെജോറിറ്റി അല്ല, ഇതിനകത്ത് എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി, അതായത് 2/3 അംഗങ്ങൾ ഹാജരായിട്ട് ഈ ഒരു പ്രോസസ്സ് നടത്താൻ പറ്റത്തുള്ളൂ. 3/2 പേര് അനുകൂലിച്ചാൽ മാത്രമേ ഇതിനെയാണ് പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ പുറത്താക്കാൻ പറ്റത്തുള്ളൂ. സോ എന്താണ്, സിമ്പിൾ മെജോറിറ്റിയിൽ പറ്റത്തില്ല, സ്പെഷ്യൽ മെജോറിറ്റി ആണ് ഇവർക്ക് ആവശ്യം. ഈ സ്പെഷ്യൽ മെജോറിറ്റിയിലാണ് ഇവരെ ഇംപീച്ച്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതായത് ജഡ്ജിമാരെ പുറത്താക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരു ഈ ഒരു ഏരിയ നമ്മൾ എന്തായാലും വന്നിട്ടില്ല, സുപ്രീം കോടതിയുടെ കാര്യങ്ങളൊന്നും അന്ന് ക്ലാസ് എടുത്തിട്ടില്ല. അപ്പം ഇതിന്റെ ക്ലാസ് എന്തായാലും കിട്ടും നിങ്ങൾക്ക്. സുപ്രീം കോടതി താഴെ എന്തായാലും പറയും, ഇതിന്റെ ഇടയിൽ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പൊ ജസ്റ്റ് നോക്കുക, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എന്താണ് ഇവരെ പുറത്താക്കുന്നതിന്റെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വഭാവ ദൂഷ്യമാണ്. രണ്ടാമത് എന്താണ്, ഈ പറയുന്ന സ്പെഷ്യൽ മെജോറിറ്റി, അതായത് പ്രത്യേക ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷത്തിലല്ല പ്രത്യേക ഭൂരിപക്ഷത്തിലാണ് ഇവരെ എന്താണ് പുറത്താക്കുന്നത്. എന്താണ് 1 and 3 ഏതാണ്, ഈ പറഞ്ഞ ഡി ആണ് ആൻസർ വരുന്നത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പെഷ്യൽ മെജോറിറ്റിയും അതേപോലെ തന്നെ സിമ്പിൾ മെജോറിറ്റി, ഇത് ഏതാണ്, കേവല ഭൂരിപക്ഷവും അതേപോലെ തന്നെ പ്രത്യേക ഭൂരിപക്ഷവും. പ്രത്യേക ഭൂരിപക്ഷം വരുന്നത് ഈ പറയുന്ന ജഡ്ജിമാരുടെ കേസ് വരുമ്പോൾ എന്താണ് പ്രത്യേക ഭൂരിപക്ഷമാണ്. എന്താണ് 3/2 അംഗങ്ങൾ ഹാജരായി വേണം ഈ പറയുന്ന പ്രോസസ്സ് നടത്താൻ. എന്താണ് 50% അംഗങ്ങൾ ഇതിന് അനുകൂലിച്ച് വോട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഈ പറയുന്ന ഇംപീച്ച്മെന്റ് പ്രോസസ്സ്, ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് പ്രോസസ്സ് നടക്കത്തുള്ളൂ. അത് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നിങ്ങൾ അത് മനസ്സിലാക്കുക. നമ്മുടെ ഈ ചോദിച്ച ഏരിയ സുപ്രീം കോടതി ജഡ്ജിമാരെയും ഹൈക്കോടതി ജഡ്ജിമാരുടെയും ഇംപീച്ച്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. ആ ഒരു ഏരിയയിലാണ് ഇപ്പൊ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ PSC അടുത്ത ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ ആണ് റിട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിൽ സ്ഥിരം മിക്ക എക്സാമിനും ഈ ഒരു ഏരിയ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഈ റിട്ടുമായിട്ട് ബന്ധപ്പെട്ടത്. കാരണം ഇതിനകത്തൊരു കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കത് റിട്ട് എന്താണെന്നുള്ളത്, അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് സുപ്രീം കോടതിയായിട്ട് റിലേറ്റ് ചെയ്ത വരുന്നത്. അപ്പൊ സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളൂ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഹൈക്കോടതിയും സുപ്രീം കോടതിയും റിട്ടുകൾ പുറപ്പെടുവിക്കാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പ്രധാനമായി 5 റിട്ടുകളാണ് ഉള്ളത്. നമുക്ക് നോക്കാം റിട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. ഒന്ന്, ഹൈക്കോടതിയും അതേപോലെ തന്നെ സുപ്രീം കോടതി. ഹൈക്കോടതി ആർട്ടിക്കിൾ 226 ആണ്, സുപ്രീം കോടതി ആകുമ്പോൾ എന്താണ് ആർട്ടിക്കിൾ 32 ആണ് ഈ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ഇപ്പൊ ഈ മാത്രമേ ഉള്ളി എന്നൊരു സാധനം വരുമ്പോ തന്നെ അവിടെ ആ സ്റ്റേറ്റ്മെന്റില് ഒരു റോങ് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് മാത്രമേ എന്നോട് ചോദിക്കുമ്പോ ഈ പറയുന്ന നമ്മൾ ഏതൊരു ഇതുമായിട്ട് ഇതൊക്കെ എന്ന് വെച്ചാൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ജനറൽ ആയിട്ടുള്ളത് ഉള്ളി എന്നൊക്കെ വരുമ്പോ അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഫോക്കസ് ചെയ്യണം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ മാത്രമേ എന്ന് ചോദിക്കുമ്പോൾ അത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, അത് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ലയോ. അപ്പൊ നമ്മളത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാൻ. അപ്പൊ ഹൈക്കോടതി സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാം. ഈ ഒരു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതേപോലെ തന്നെ കൺഫ്യൂഷൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല. റിട്ടുകൾ പുറപ്പെടുവിക്കാം. അതേപോലെ തന്നെ പ്രധാനമായി 5 റിട്ടുകളാണുള്ളത്. റിട്ടിനെ പറ്റി പഠിച്ച ഒരാൾക്ക് ഈ പറയുന്ന ഒരു ഏതൊക്കെ റിട്ടുകളാണ് ഉള്ളത്, മാൻഡമസ്, കോവാറന്റോ, ഇങ്ങനെയുള്ള കുറച്ച് 5 റിട്ടുകളുണ്ട്. ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തല്ല. അപ്പൊ ഈ റിട്ടുകൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആൻസർ എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഒരു 50-50% ചാൻസ് എടുക്കാനൊക്കെ ആയിട്ട് ഈ പറയുന്ന ക്വസ്റ്റ്യന് ഇതിലെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണ് ഒന്ന് നിൽക്കും.
നമുക്കൊന്ന് ഒരു ഗുണം ചെയ്യും ഈ സ്റ്റേറ്റ്മെന്റ്. കാരണം ഇത് വന്നുകൊണ്ട് മാത്രമേ എന്ന് വന്നുകൊണ്ട് ഇത് ഒള്ളി എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരം പഠനപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ റിട്ടുകൾ പുറപ്പെടുവിപ്പിക്കാം. അതേപോലെ തന്നെ ഹൈക്കോടതിക്കും ആർട്ടിക്കിൾ 226 നിയമപ്രകാരം റിട്ടുകൾ പുറപ്പെടുവിക്കാം. അപ്പം ആർട്ടിക്കിൾ 32 അതേപോലെ സുപ്രീം കോടതി ആകുമ്പോൾ ആർട്ടിക്കിൾ 32, ദെൻ ഹൈക്കോടതി ആകുമ്പോൾ ആർട്ടിക്കിൾ 226. ഈ രണ്ട് ആളുകൾക്കും ഈ രണ്ട് ഇതിലും ആർട്ടിക്കിൾ പ്രകാരം ഇവർക്ക് രണ്ടുപേർക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റും. അപ്പം സുപ്രീം കോടതിക്കും പറ്റും, ഹൈക്കോടതിക്കും പറ്റും. അപ്പൊ ഏതൊക്കെ റിട്ടുകളാണ് ഉള്ളത്? ഹേബിയസ് കോർപ്പസ് ഉണ്ട്, മാൻഡമസ് ഉണ്ട്, പ്രൊവിഷൻ ഉണ്ട്, കോവാറന്റോ ഉണ്ട്, സട്ടിയാറിയോ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ 5 ഓളം റിട്ടുകൾ ഇതിനകത്ത് ഉണ്ട്. അപ്പൊ റിട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ് എന്താന്ന് നോക്കാം. എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ? ശരീരത്തെ ഹാജരാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കൊണ്ട് മുന്നിൽ നിർത്തുക. ഹേബിയസ് കോർപ്പസ് കൊടുക്കുക. നിങ്ങള് മറ്റേ എന്തായിരുന്നു ചില സിനിമകളിലൊക്കെ പറഞ്ഞിട്ടില്ലേ, ഹേബിയസ് കോർപ്പസ് കൊടുക്കുന്നുണ്ട് എന്താ പറയുമ്പോ വിട്ടുപോയ ആളെവിടാണെങ്കിലും കോടതി ഉത്തരവിടുകയാണ്, ആളെവിടാണെങ്കിലും ആളെ കൊണ്ടുവന്ന് ഹാജരാക്കുക. ഇപ്പൊ ചില ന്യൂസിലൊക്കെ കാണുന്നുണ്ട്, ഇപ്പൊ ചില എന്താണ് പെൺകുട്ടികള് ഒളിച്ചോടിപ്പോയി. അപ്പൊ അച്ഛനമ്മമാര് എന്താണ് ഹേബിയസ് കോർപ്പസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യും. അപ്പം എന്താണ് കോടതി ഉത്തരവിടും, ആളെ എന്താണ് ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കാം, ആളോട് ഹാജരാക്കാം. അതെ, രാജ്യം കേസിൽ ഈ ഒരു കാര്യം ഉണ്ടായിരുന്നു. യെസ്. അപ്പൊ ആളെ എന്താണ് കൊണ്ടുവന്ന് ഹാജരാക്കാൻ, ആളിവിടെ വന്ന് വരണം കോടതിയിൽ. അപ്പം ആ ഒരു ഇതാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ടാണ് ഈ സിനിമയിലൊക്കെ കേൾക്കുമ്പോഴും അതേപോലെ തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓർക്കണം എന്താണ് ഹേബിയസ് കോർപ്പസ്. കാരണം ഇത് മറന്നു പോകുന്ന ടൈമാണ്. കുറെ പഠിച്ചാൽ നമ്മൾ ഈ പറയുന്ന ഹേബിയസ് കോർപ്പസ് ഒക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. രണ്ടാമത്തെ എന്താണ് മാൻഡമസ്, അതായത് നിർദ്ദേശിക്കുന്നു എന്നർത്ഥം. അതായത് ഒരു ആജ്ഞ പ്രകടിപ്പിക്കുക. അതായത് കോർട്ട്, അതായത് കോടതിയാണെങ്കിൽ അവരെ എന്താ പൊതു അധികാരത്തോടോ അല്ലെങ്കിൽ അധികാരികളോടോ എന്താണ് അവരോട് നിയമപരമായുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കോടതി ഒരു നിർദ്ദേശം നൽകും. ഒരു ആജ്ഞ എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞൊരു ആജ്ഞയാണ്. അവരെ ഒന്ന് ഈ പറയുന്ന അവരോട് കാര്യങ്ങൾ, അവർ പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, അത് അവരുടെ ജോലി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവരോട് ആജ്ഞ പ്രകടിപ്പിക്കുകയാണ്. ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ എന്താണ് കോടതി നിർദ്ദേശം നൽകുന്നു എന്നൊക്കെ പറയുന്ന വാർത്തകളിലൊക്കെ പറയത്തില്ലേ, ഇതുപോലെ എന്താണ് മാൻഡമസ് എന്നാണ് ഇതിന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ് പ്രൊവിഷൻ. എന്താണ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് തടയുക. ആ വാക്കിൽ തന്നെ അർത്ഥമുണ്ട്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ തടയുക എന്നാണ്. അതായത് ഇപ്പൊ താഴ്ന്ന കോടതി അവരുടെ അധികാരങ്ങൾ എടുക്കുമ്പോൾ ഈ പറയുന്ന മേൽക്കോടതിയാണെങ്കിൽ ഇതിനെ തടഞ്ഞു നിർത്തും. ഇതിനെയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന കാര്യമാണ് പ്രൊവിഷൻ എന്താണ്. ദെൻ കോവാറന്റോ എന്ന് പറഞ്ഞത്. കോവാറന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി നിയമവിരുദ്ധമായി ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്നുവോ എന്ന് പരിശോധിക്കാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പം ഒരു വ്യക്തി നിയമവിരുദ്ധമായി ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനം നിർവഹിക്കുന്നുണ്ടോ എന്ന രീതിയിലാണ് ഈ പറയുന്ന കോവാറന്റോ എന്ന ഈ ഒരു കാര്യം റിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ 4 റിട്ടുകളായി. അഞ്ചാമത്തെന്ന് പറഞ്ഞാൽ എന്താണ് സെറ്റാറിയോ എന്ന് പറഞ്ഞ ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നിർദ്ദേശം നൽകുക എന്നുള്ള കാര്യമാണ്. അതായത് ഈ പറയുന്ന താഴ്ന്ന കോടതിയിൽ നിന്നുള്ള തീർപ്പുകൾ, കള്ള തീർപ്പുകൾ കാര്യങ്ങളൊക്കെ റദ്ദാക്കാനുള്ള കാര്യങ്ങൾ ഈ പറയുന്ന സുപ്രീം കോടതി ഈ ഒരു രീതിയിൽ ഉപയോഗിക്കും. ഒരു നിർദ്ദേശം താഴ്ന്ന കോടതിയിലുള്ളവർക്ക് എന്താണ് സുപ്രീം കോടതി കൊടുക്കുക എന്നുള്ള കാര്യമാണ് ഈ പറയുന്ന സെറ്റാറിയോ എന്ന് പറയുന്നത്. അപ്പൊ ഈ അഞ്ചോളം റിട്ടുകൾ ജസ്റ്റ് മനസ്സിലാക്കുക. ഇതില് ചിലപ്പോൾ നമ്മളോടൊക്കെ എടുത്ത് ഇപ്പം ഈ എന്താണ് ഡിഗ്രി ലെവലിലൊക്കെ കഴിഞ്ഞാൽ ഈ KS പോലത്തെ എക്സാമുകളൊക്കെ ആണെങ്കിൽ ഇതിലെ ഒരു റിട്ടൊക്കെ എടുത്ത് അവർ ചോദിക്കും. അപ്പൊ ഈ രീതിക്ക് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ രീതിയിൽ അപ്പൊ ഏതൊക്കെ റിട്ടാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പം ഈ ക്വസ്റ്റ്യനെ അഡ്രസ് ചെയ്യുന്നത് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ഈ ഫസ്റ്റ് ഈ ഒരു രീതിയിൽ ഈ പറയുന്ന രീതിയിൽ ഈ ക്വസ്റ്റ്യനെ അഡ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഏകദേശം 50% ചാൻസ് എടുത്തത് ആൻസർ ശരിയാക്കാൻ പറ്റും. ഇതാണ് റിട്ടുകളുടെ. അപ്പം സുപ്രീം കോടതി ഇപ്പം അവർ ഈ ഫോക്കസ്ഡ് ഏരിയ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി റിട്ടുകളൊക്കെയാണ് നോക്കുന്നത്. അതേപോലെ തന്നെ അടുത്തത്
സംസ്ഥാനങ്ങളിലെ കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണ് ഹൈക്കോടതി. സുപ്രീം കോടതി തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കുന്നു. അതേപോലെ തന്നെ സുപ്രീം കോടതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സാധിക്കും. സോ ജസ്റ്റ് ഇത് ഏതാണ് ഒന്ന് കമന്റ് ഇട്ട് വരിക. സംസ്ഥാനത്തുള്ളിലെ കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണ് ഹൈക്കോടതി. സുപ്രീം കോടതി തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കുന്നു. അതേപോലെ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ അധികാരമുണ്ട്. ഇത് എളുപ്പമുള്ള കാര്യമാണ്. ജസ്റ്റ് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? സംസ്ഥാനങ്ങളിലെ കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണ് ഹൈക്കോടതി. ശരിയാണ്, ഹൈക്കോടതി എല്ലാ സംസ്ഥാനങ്ങളിലെയും കാര്യങ്ങളൊക്കെ, ഈ സംസ്ഥാന കേസിന്റെ കാര്യങ്ങളൊക്കെ ഹൈക്കോടതി അല്ലേ തീരുമാനിക്കുന്നത്. ഈ ഒരു കാര്യമാണ് ഇത്. ശരിയാണ്, ആർട്ടിക്കിൾ 240 പ്രകാരമാണ് എന്താ ഹൈക്കോടതി ഒരു സംസ്ഥാനത്തെയും കേന്ദ്രഭരണ പ്രദേശത്തെയും പരിപാലനിക്കാനുള്ള കീഴിൽ സുപ്രീം കോടതിക്കാണ്. അതേപോലെ ആർട്ടിക്കിൾ 240 അതിന്റെ ന്യായപരിധി ജൂറിസ്ഡിക്ഷന്റെ സംസ്ഥാനങ്ങളാണ്. അപ്പൊ ഈ പറയുന്ന ഒരു ഈ ഒരു ഇത് നോക്കുമ്പോൾ സംസ്ഥാനങ്ങളിലെ കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണ് ഹൈക്കോടതി. സംസ്ഥാനങ്ങളിലെ എല്ലാ കേസുകളും കാര്യങ്ങളും ഹൈക്കോടതി ഇത് ചെയ്യുന്നുണ്ട്. അതേപോലെ രണ്ടാമത്തെ സുപ്രീം കോടതി വിധികള് എന്താണ് ഈ പറഞ്ഞ ഈ സുപ്രീം കോടതിയുടെ ഏത് വിധിയും ഹൈക്കോടതി അല്ലെങ്കിൽ താഴ്ന്ന ഏത് കോടതിയും ഏത് കോർട്ടും അത് അനുസരിച്ചിരിക്കണം. അത് ആർട്ടിക്കിൾ 141 പ്രകാരമാണ്. എന്താണ് ഇത്? ആർട്ടിക്കിൾ 141 പ്രകാരം എന്താണ്? ലോ ഡിക്ലെയർഡ് ബൈ സുപ്രീം കോടതി ഈസ് ബൈൻഡിങ് ഓൾ കോർട്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ ഏത് തരം നോട്ട്സ് വന്നാലും, ഈ സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നാലും ഈ ഹൈക്കോടതിയും കീഴ്ക്കോടതികളും ഇത് കൃത്യമായിട്ട് അനുസരിച്ചിരിക്കണം. എന്താണ്? ജഡ്ജിമാരെ സ്ഥലം മാറ്റാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഇല്ല. ആർക്കാണ്? ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ വേണ്ടി ആർക്കായിരിക്കും പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിനാണ് ഇതിന്റെ അധികാരം ഉള്ളത്. ആർട്ടിക്കിൾ 222 പ്രകാരം. ആർട്ടിക്കിൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയും അറിഞ്ഞാൽ മതി. ഇവരുടെ സ്ഥലം മാറ്റവും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് പ്രസിഡന്റ് ആണ്. എന്നാൽ എന്താണ് ഇത്? എന്താണ്? ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ CJയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പറയുന്ന എന്താണ് ഈ പ്രസിഡന്റ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. പ്രസിഡന്റ് ആണ് ഇവരെ എന്താണ് ജഡ്ജിമാരെ സ്ഥലം മാറ്റുന്നത്. അത് ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് ഈ ഒരു കേസ് ഇവിടെയാണ് നിങ്ങൾക്ക് ചിലവരൊക്കെ ആൻസർ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അവർക്ക് മിസ്റ്റേക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏതാണ് മൂന്നാമത്തെ പോയിന്റ് എന്താണ് മിസ്റ്റേക്ക് വന്നത്? അപ്പം സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജി ഇത് നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരെ ഒക്കെ ആണെങ്കിൽ സുപ്രീം കോടതി പറ്റുമെന്നുള്ള. ശരിക്കും അല്ല. ഇവരാരാണ് അപ്പോയിന്റ്? സുപ്രീം കോടതി ജഡ്ജിയെ നമ്മൾ നേരത്തെ ക്ലാസ് എടുത്തപ്പോൾ പ്രസിഡന്റ് ആരൊക്കെ അപ്പോയിന്റ് ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ പ്രസിഡന്റ് ആരൊക്കെ റിമൂവ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നോട്ട് എടുത്ത് ജസ്റ്റ് വായിച്ചൊക്കെ ഈ ഒരു ആൻസർ എളുപ്പം ചെയ്യാൻ പറ്റും. കാരണം മൂന്നാമത് ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ഏകദേശം ആദ്യത്തെ 2 ഓപ്ഷൻ നമുക്ക് എളുപ്പമാണ്. മൂന്നാമത്തെ ഈ ഓപ്ഷനാണ് ചിലപ്പോൾ ചിലവർക്ക് പാട്. അപ്പൊ ആ നോട്ട് വായിച്ചവർക്ക് എന്താണ് ഈ ഒരു പോയിന്റ് മനസ്സിലാകും. അപ്പം എക്സാമിന് വന്ന് മനസ്സിലായില്ല എങ്ങനെയാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ഈ ഒരു രീതിക്കാണ് വന്നത്. അപ്പൊ ആ ഒരു നോട്ട് വായിച്ചവർക്ക് കൃത്യമായിട്ട് അതിന്റെ ആൻസർ എഴുതാൻ പറ്റും. പ്രസിഡന്റ് ആണ് ഈ പറഞ്ഞ ജഡ്ജിമാരെയൊക്കെ സ്ഥലം മാറ്റുന്നത് ഓർക്കുക. അടുത്തത് ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. സ്റ്റേറ്റ് ഇൻഫർമേഷൻ വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ 10-ൽ കവിയാതെ അംഗങ്ങൾ ഉണ്ടാകും. മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ 10-ൽ കവിയാതെ അംഗങ്ങൾ ഉണ്ടാകും. ഓക്കെ, കുഴപ്പമില്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിന് മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഉണ്ടാകാം. ദെൻ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കോടതിയുടെ പരിഗണനയുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുവാൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ 10-ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാവും. മൂന്നാമത്തെ തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്ത് മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കോടതിയുടെ പരിഗണനയുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുവാൻ നിർദ്ദേശിക്കാൻ അധികാരം ഇല്ല.
ജസ്റ്റ് ഒന്ന് നോക്കുക. ഫസ്റ്റ് 10 പേര് 32 പേരുള്ളത് 10 പേര് കമന്റ് ഇടുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ കമന്റ് ഇട്ടിട്ട് വാ. നിങ്ങൾ അറിയാവുന്നതൊക്കെ ഇട്. അറിയാതെ അറിയില്ലേലും ജസ്റ്റ് ഇതൊന്ന് ഇട്ടിട്ട് പോകും. ഇതിപ്പോ നമ്മളൊരു പ്രാക്ടീസ് ആണെന്ന് വിചാരിച്ചാൽ മാത്രം മതി. ഇവിടെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയായിരിക്കും. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നമ്മൾ തെറ്റാണ്, നമ്മൾ അന്ന് അവിടെ ഒരു തെറ്റ് നമ്മൾ കൊടുത്തു എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് വരും. അത് ശരിയാക്കാനുള്ള ടെൻഡൻസി ആൻസർ നമ്മുടെ കയ്യിൽ കിട്ടും. ഉറപ്പുള്ളതാണ്. നമ്മളൊക്കെ എങ്ങനെ ചെയ്തിട്ടുള്ളത്, മടിച്ചു നിന്നിട്ടില്ല. മാക്സിമം ഇടാവുന്നതല്ല ഇടുക. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ്, നിങ്ങളെ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ എനിക്ക് ഓടിച്ചിട്ട് പോവാം, ഇടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ 10 കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. തെറ്റായ വിവരങ്ങൾ നൽകുകയോ സമയത്തിന് മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരം ഇല്ല. ഒന്നാമത്തെ, സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷൻ ഉണ്ട്. സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും അതേപോലെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ 10 കവിയാതെ അംഗങ്ങൾ ഉണ്ടാകും. ശരിയല്ലേ? 10 എന്താണ് ഈ പറയുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണർ പ്ലസ് 10 കവിയാത്ത അംഗങ്ങളല്ലേ? അംഗങ്ങൾ ഉണ്ടാകും. മൊത്തം 10 കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും എന്നാ പറഞ്ഞത്. അപ്പോ ഇതും ശരിയുള്ള ഒരു കേസാണ്. മൂന്നാമത്, തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്ത് മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന്മാരിൽ പിഴ ഈടാക്കാം. അതും ഇതാണ്, നമുക്ക് RTI ആക്ട് പ്രകാരം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. RTI ന്യൂസിലോ അല്ലെങ്കിൽ RTI കൊടുത്തവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കേസാണ്. അപ്പൊ വിവരങ്ങൾ തെറ്റായിട്ട് നൽകുകയാണെങ്കിൽ അത് നമുക്ക് തിരിച്ച് അങ്ങോട്ട് വിടുകയും ചെയ്യാം, അതിനുള്ള കേസ് കൊടുക്കുകയും ചെയ്യാം. നാലാമത്, കോടതിയുടെ പരിഗണനയുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. അതും ശരിയുള്ള കാര്യമാണ്. കോടതിയുടെ മേൽ ഏതെങ്കിലും ഒരു ചില ഇപ്പം ഒരു ഇത് വന്നെന്ന് വിചാരിച്ചു, ഏതെങ്കിലും കോൺട്രവേഴ്സി ആയിട്ടുള്ള കേസിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലതൊന്നും അങ്ങനെ ഇതൊന്നും നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. സീക്രട്ട് ഇൻഫർമേഷൻ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല. അതേപോലെ തന്നെ ഡിഫൻസിന്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിരിച്ച് മറുപടി ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ തിരിച്ച് വരികയും ചെയ്യും. അപ്പൊ എല്ലാം ശരിയായിട്ടുള്ള കാര്യമാണ്. അത് എളുപ്പമുള്ള ചോദ്യമാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചീഫ് ഇൻഫർമേഷൻ ഉൾപ്പെടെ 10 അംഗങ്ങൾ, ആകെ ടോട്ടൽ 11 പേര് ഉണ്ടാവും. RTI ആക്ട് പ്രകാരമാണ്. RTI സെക്ഷൻ 12(2) ആണ്. എത്ര ഇത് 250 രൂപ തൊട്ട് 25,000 രൂപ വരെ ആയിരിക്കും ഇവർക്ക് പിഴ ഈടാക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. എത്ര രൂപയാണ് പിഴ ഈടാക്കുന്നത് അത് ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല. അറിയേണ്ട കാര്യം അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഇവർക്ക് പിഴ ഈടാക്കുമെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. തെറ്റായ വിവരങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് കേസ് കൊടുക്കാവുന്നതാണ്. പെട്ടെന്നുള്ള എളുപ്പമുള്ള ഒരു ചോദ്യമാണിത്. അധികം നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഈ ഒരു ചോദ്യം ഇതും കൂടെ ചോദിച്ചിട്ട് ഇതും കൂടെ നമുക്ക് നടത്താം. ബാക്കിയായിട്ട് ക്ലാസ്സിൽ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പ്, രാജ്യസഭ, ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഈ ക്വസ്റ്റ്യൻ എളുപ്പം ശരിയാക്കാൻ പറ്റുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കരുത്. കാരണം ഇതുപോലൊരു ചോദ്യം നമ്മൾ ഇതിനു മുമ്പ് ഒരെണ്ണം ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ശരിയാക്കാൻ പറ്റും. അത് ഏറ്റവും ലാസ്റ്റിലേ ഞാൻ നോക്കുന്നുള്ളൂ. എല്ലാവരും കിട്ടുമല്ലേ ചോദ്യം, എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടെന്ന് അറിയാം. കാരണം ഇതിന്റെ ഒരു കാര്യം നമ്മൾ മുന്നേ പറഞ്ഞതും കൂടാണ്, തെരഞ്ഞെടുപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു പോയിന്റ് നമ്മൾ വേറെ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. ഇതിനു മുമ്പ് എക്സാം ഇപ്പൊ ഒന്ന് ആലോചിക്കണം, അവര് ചോദിക്കുന്ന ഫോക്കസ് ഏരിയ ഓരോ സ്റ്റേറ്റ്മെന്റും അവര് എടുത്തിടുന്നത് നോക്കിക്കോണം എക്സാമുകൾക്ക്. ഇപ്പൊ ഏതെങ്കിലും എക്സാമിന് വന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ അവരിവിടെ ചോദിക്കുന്നുണ്ട്. ആ ഏരിയ ഫോക്കസ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് നോക്കും. അപ്പൊ ഈ നമ്മൾ ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഗുണം നമുക്ക് എന്താണെന്ന് അറിയാം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതൊക്കെ ആണ് നോക്കുന്നത് നോക്കാം.
ഒന്നാമത്തെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. നമ്മൾ നേരത്തെ പ്രസിഡന്റിന്റെ ഒക്കെയും വൈസ് പ്രസിഡന്റിന്റെ കേസ് പറഞ്ഞപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പിന്റെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇവിടുത്തെ ആരാണ് ഇലക്ഷൻ കമ്മീഷൻ, ECA ആണ് ഇവരുടെ കാര്യങ്ങളുടെ ഇലക്ഷന്റെ കാര്യങ്ങൾ നോക്കുന്നത്. രണ്ടാമത്തെ അവിടെ നിൽക്കട്ടെ, സംസ്ഥാന നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പ്, അതേപോലെ രാജ്യസഭ ലോക്സഭ തെരഞ്ഞെടുപ്പ്. ഈ ഒരു കാര്യം രാജ്യസഭയും ലോക്സഭയും തെരഞ്ഞെടുപ്പിന്റെ കാര്യമെല്ലാം ഇലക്ഷൻ കമ്മീഷനാണ് നോക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് നോക്കുന്നത്. ദെൻ ഈ ഒരു പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ സംസ്ഥാന നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പും അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പും. ഇതിനകത്തെ ഉത്തരം ആരൊക്കെ ഏകദേശം എല്ലാവരും ഒരേപോലത്തെ ഉത്തരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം എല്ലാവരും ഒരേപോലെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് രണ്ടാമത് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് ECA അല്ല നടത്തുന്നത്, എന്താണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. ആർട്ടിക്കിൾ 243K ആൻഡ് 243. ഈ ആർട്ടിക്കിൾ നമ്മൾ അറിയണമെന്നില്ല, അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ആർട്ടിക്കിൾ ഒന്നും അറിയണ്ട. ജസ്റ്റ് ആരാണ് തെരഞ്ഞെടുക്കുന്ന, ആരാണ് ഇതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്, ഇലക്ഷൻ കമ്മീഷൻ സ്റ്റേറ്റ് ആണോ അതോ സെൻട്രൽ ആണോ എന്ന് നോക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അത് നമ്മൾ ഫസ്റ്റ് ഒരു ഇതിൽ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് പറഞ്ഞത്. രണ്ടാമത് സംസ്ഥാന നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പ്, അതും ഇതേപോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യനകത്ത് രണ്ടാമത്തെ അങ്ങാണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നിങ്ങൾ അതിന്റെ ഇത് മനസ്സിലാക്കുക. ഒരു എക്സാമിന് ചോദിച്ച കാര്യങ്ങൾ എടുത്ത് അവർ ഇതേപോലെ എടുത്ത് ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ മെത്തേഡാണ്. ഓപ്ഷനുകളിൽ നിന്ന് വീണ്ടും എടുത്ത് ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫോക്കസ് ഏരിയ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഫോക്കസ് ഏരിയ തന്നെ എന്താണ് നമ്മൾ വായിച്ച് ഒന്ന് പോവുക. അപ്പൊ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് കൃത്യമായിട്ട് നമുക്ക് നേടാൻ പറ്റും. അതിൽ കൂടെ ഒത്തിരി ഒന്നും കഷ്ടപ്പെടുന്നത്. ആകെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യനെ യോഗ്യത്തുള്ളൂ. അതിലെ 5 മാർക്കും അത്യാവശ്യം പഠിക്കുന്നവർക്ക് നേടാം. എന്നാലും കുഴപ്പമില്ലാതെ പോയാലും ഒരു 4 മാർക്ക് മിനിമം 4 മാർക്ക് നമുക്ക് നേടാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ഈ ഫോക്കസ് ഏരിയ ഏതാന്നൊക്കെ ഒന്ന് നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. മൂന്നാമത്തെ പോയിന്റ് എന്താണ് ലോക്സഭ രാജ്യസഭ തെരഞ്ഞെടുപ്പ്. ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞതാണ്. ആർട്ടിക്കിൾ 324 പ്രകാരമായിരിക്കും ഇവിടുത്തെ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഇതിന്റെ എല്ലാ കാര്യങ്ങൾ, ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ ലോക്സഭയുടെ രാജ്യസഭയുടെ ഒക്കെ ഇലക്ഷന്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഇതൊക്കെ ലോക്സഭയും രാജ്യസഭയ്ക്ക് എടുത്തപ്പോൾ കൃത്യമായിട്ട് ഇതിന്റെ ആൻസർ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്. അപ്പം ഇതിനകത്ത് നമ്മൾ അറിയേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതേപോലെ തന്നെ എന്താണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ രണ്ടുപേരും നടത്തുന്ന ഏതൊക്കെ ഇലക്ഷനുകളാണ് എന്നുള്ള ആ ഡിഫറൻസ് മനസ്സിലാക്കുക. സ്റ്റേറ്റും അതേപോലെ സെൻട്രലും ഏതൊക്കെയാണ് നടത്തുന്നത് ആ ഡിഫറൻസ്, ഏതൊക്കെ ഇലക്ഷനാണ് നടത്തുന്നത്, രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും കാര്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് ആരാണ് നടത്തുന്നത്, അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളത് എവിടെയാണ് നടത്തുന്നതും, അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് ഇതാരാണ് നടത്തുന്നതെന്നും രാജ്യസഭ ലോക്സഭ തെരഞ്ഞെടുപ്പ് ഇതാരാണ് നടത്തുന്നതെന്നും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഇനി വന്നെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് രീതി വന്നാലും നമുക്ക് ആൻസർ അത്യാവശ്യം രീതിയിൽ ശരിയാക്കാൻ പറ്റും. അത്യാവശ്യമല്ല, ആൻസർ ശരിയാക്കാൻ പറ്റും. ആരൊക്കെ ഇതിനകത്ത് ശരിയാക്കിയിട്ടുണ്ട് നോക്കട്ടെ. എല്ലാരും ശരിയാക്കിയിട്ടുണ്ടല്ലോ. 1, 3, 4 എല്ലാരും ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമ്മള് അടുത്ത ക്ലാസ് നമ്മൾ ബാക്കി നമ്മൾ പോകും. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിനെയും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ നോട്ട് തരുന്നത്. പെട്ടെന്ന് കുറച്ച് ക്വസ്റ്റ്യനുകളുണ്ട്. അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ നോട്ട്സ് ഞാൻ തരാം. ഇതിന്റെ നോട്ട്സ് എല്ലാം തരാം. അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, നാളെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി നോട്ട്സ് ഇട്ട് തരാം. കാരണം ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇത് സുപ്രീം കോടതി ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ഏരിയ നോക്കുക, ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ് എല്ലാവർക്കും.